കൂട്ടക്കൊലാരോപണമുയർന്ന കർണാടക ധർമ്മസ്ഥലയിൽ പ്രത്യേകാന്വേഷണ സംഘം മണ്ണ് നീക്കിയുള്ള പരിശോധന തുടങ്ങിയിരിക്കുകയാണ്. ശുചീകരണ തൊഴിലാളിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് 13 ഇടങ്ങളിൽ തിരച്ചിൽ നടത്തുന്നത്. ശുചീകരണ തൊഴിലാളിയുടെ സാന്നിധ്യത്തിലാണ് ഈ പരിശോധന. ഫോറൻസിക് ഉദ്യോഗസ്ഥരും അന്വേഷണ സംഘത്തോടൊപ്പമുണ്ട്. ദീപക് മോഹൻ വിവരങ്ങളുമായി. ദീപക്, ഇപ്പോൾ വിശദമായ മൊഴിയെടുക്കലിന് ശേഷമുള്ള മണ്ണ് കുഴിച്ചുള്ള പരിശോധനയിലേക്ക് കടക്കുകയാണ്. മൊഴി നൽകിയ ശുചീകരണ തൊഴിലാളിയുടെ സാന്നിധ്യത്തിലാണ് പരിശോധന. ദീപക് ഇപ്പോൾ അവിടെ ഉണ്ടല്ലോ, എന്താണ് അവിടുത്തെ കാഴ്ച? സ്മൃതി, ഇന്നലെ പ്രത്യേക അന്വേഷണ സംഘം ഈ ശുചീകരണ തൊഴിലാളിയെ എത്തിച്ച തെളിവെടുപ്പ് നടത്തിയിരുന്നു. ഈ കർണാടക ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ധർമ്മസ്ഥലയിലെ സ്നാനഘട്ടിന് സമീപത്തുമുള്ള നേത്രാവതി നദിക്കരയിലുള്ള വനമേഖലയിലും അതുപോലെ തന്നെ റവന്യൂ മേഖലയിലും ഒക്കെ തന്നെ പരിശോധന നടത്തി. അങ്ങനെ 13 ഇടങ്ങൾ മാർക്ക് ചെയ്തിരുന്നു. മൃതദേഹം കുഴിച്ചിട്ടതായി ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയ 13 ഇടങ്ങൾ പോലീസും അതുപോലെ തന്നെ പ്രത്യേക അന്വേഷണ സംഘം മാർക്ക് ചെയ്ത ആ ഭാഗത്ത് കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിരുന്നു. ഇന്ന് രാവിലെയോടുകൂടി പെനട്രേറ്റിംഗ് റഡാർ എത്തിച്ച വിശദമായ പരിശോധന നടത്തുമെന്ന് അറിയിച്ചെങ്കിലും പെനട്രേറ്റിംഗ് റഡാർ എത്താൻ വൈകുന്നതിനെ തുടർന്നാണ് ഈ പ്രത്യേക അന്വേഷണ സംഘം കൂടുതൽ ഫോറൻസിക് വിദഗ്ധരും അതുപോലെ തന്നെ പ്രത്യേക മെഡിക്കൽ ടീമിനെയും ഒക്കെ ആയി ഉച്ചയോടുകൂടി ഈ ഭാഗത്തേക്ക് എത്തിയത്. ഈ പ്രദേശത്ത് ഇപ്പോൾ കുഴിച്ചു പരിശോധന ആരംഭിച്ചു കഴിഞ്ഞു. ഏറ്റവും ആദ്യം ശുചീകരണ തൊഴിലാളി ഇന്നലെ കാണിച്ചു കൊടുത്ത സ്ഥലത്താണ് ഇന്നിപ്പോൾ കുഴിച്ചു പരിശോധന നടക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഈ നേത്രാവതി പുഴയുടെ കരയിലുള്ള വനഭൂമിയോട് ചേർന്ന സ്ഥലത്ത് ഇന്നലെ 12 ഇടങ്ങളിലാണ് ശുചീകരണ തൊഴിലാളി ഇത്തരത്തിൽ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടതായി കാണിച്ചു കൊടുത്ത സ്ഥലങ്ങളുള്ളത്. ആ ഭാഗത്തൊക്കെ തന്നെ ഇപ്പോൾ ഈ മെഡിക്കൽ ടീം എത്തി ആ പ്രദേശത്ത് കുഴിച്ചു പരിശോധിക്കുന്നുണ്ട്. മൃതദേഹങ്ങൾ കുഴിച്ചിട്ട സ്ഥലങ്ങൾ നേരത്തെ 100-ലധികം ഉണ്ട് എന്ന് തൊഴിലാളി വെളിപ്പെടുത്തിയിരുന്നു. ഇവിടെ നിന്ന് മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങൾ ലഭിച്ചു കഴിഞ്ഞാൽ തന്നെ കൂടുതൽ പ്രദേശങ്ങൾ പരിശോധിക്കേണ്ടതായി വരും. പുത്തൂർ അസിസ്റ്റന്റ് കമ്മീഷണർ സ്റ്റെല്ല വർഗീസിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഈ മേഖലയിൽ എത്തിയിട്ടുണ്ട്. ഒപ്പം കസ്തൂർബ മെഡിക്കൽ കോളേജിലെ മെഡിക്കൽ ടീമും കുഴിയെടുക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയ ആളുകളോടൊപ്പമുണ്ട്. തിരച്ചിലേക്ക് മണ്ണ് മാറ്റിയുള്ള തിരച്ചിലേക്ക് കടന്നിരിക്കുകയാണെന്നാണ് ദീപക് മോഹൻ റിപ്പോർട്ട് ചെയ്യുന്നത്.